ICC ചെയർമാനായി ജയ്ഷാ സ്ഥാനമേൽക്കുന്നത് വൈകും. ഇന്ന് ചുമതലയേൽക്കാനായിരുന്നു നേരത്തെയുള്ള തീരുമാനം. ചാമ്പ്യൻസ് ട്രോഫി വേദി സംബന്ധിച്ച് പാകിസ്ഥാനുമായുള്ള തർക്കം തുടരുന്നതാണ് തീരുമാനം വൈകാൻ കാരണമെന്നറിയുന്നു. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അനിൽ വാസുദേവ് ചേരുന്നു. അനിൽ വാസു, ഇത്രയും പ്രായം കുറഞ്ഞ ഒരാളെ ഇതിൻ്റെ ചെയർമാനാകുന്നത് ആദ്യ സംഭവമാണെന്ന് തോന്നുന്നു. കൂടുതൽ വിവരങ്ങൾ. അങ്ങനെ തന്നെയാണ്. ICCയുടെ ചെയർമാൻ പദവിയിലെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ആളാണ്, ആ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ് ജയ്ഷാ എന്നുള്ളത്. 35 വയസ്സ് മാത്രമാണ് ജയ്ഷയുടെ പ്രായം. ഇന്ത്യയിൽ നിന്ന് ഈ പദവിയിലെത്തുന്ന മൂന്നാമത്തെ ആളാണ്. നേരത്തെ N. ശ്രീനിവാസനും ശശാങ്ക് മനോഹറും ഒക്കെയാണ് ICC ചെയർ സ്ഥാനത്ത് ഉണ്ടായിരുന്നത്. എന്തായാലും ഇന്ത്യൻ ക്രിക്കറ്റിന് BCCIക്ക് തന്നെ വലിയ അഭിമാനമുള്ളൊരു നേട്ടമായിരുന്നു ഈ ജയ്ഷയുടെ സ്ഥാനാരോഹണം തിരഞ്ഞെടുക്കുക എന്നുള്ളത്. അതും എതിരില്ലാതെയായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം ഇന്ന് സ്ഥാനം ഏറ്റെടുക്കുമെന്നായിരുന്നു ആദ്യ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നത്. പക്ഷേ അത് വൈകും, ഈ മാസം അവസാനത്തേക്കാകും എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരം. അതായത് ഡിസംബർ 31 മാത്രമാണ് ജയ്ഷാ സ്ഥാനമേൽക്കുക. അതുവരെ നിലവിലെ ചെയർമാനായിട്ടുള്ള ഗ്രേഗ് ബാർക്ലേ ആ സ്ഥാനത്ത് തുടരുമെന്നുള്ളത്. ഈ തീരുമാനത്തിന് പിന്നുള്ള കാരണം ഇപ്പോൾ ചാമ്പ്യൻസ് ട്രോഫി വേദി സംബന്ധിച്ച് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വലിയ തർക്കങ്ങൾ തുടരുകയാണ്. പാകിസ്ഥാനാണ് അനുമതി ലഭിച്ചിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിൽ ഈ ടൂർണമെൻറ്റ് നടത്താനുള്ള അംഗീകാരമുണ്ടെങ്കിൽ പോലും ഇന്ത്യ അവിടെ പോയി കളിക്കില്ല എന്ന കാര്യത്തിൽ തട്ടി വലിയ തർക്കങ്ങൾ തുടരുകയാണ്. ഇന്ത്യ ഹൈബ്രിഡ് മോഡൽ വേണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനോട് ഏറെക്കുറെ സഹകരിക്കുന്നു. ഈ തർക്കങ്ങൾ നിലനിൽക്കുന്നതിനാൽ നിലവിൽ BCCയുടെ സെക്രട്ടറി ആയിട്ടുള്ള ഒരാൾ, ആ ചർച്ചകളിലേക്ക് തന്നെ മുന്നിൽ നിന്ന് നയിക്കുന്ന ഒരാൾ ICC ചെയർമാൻ സ്ഥാനത്തേക്ക് വരുന്നത് ഒരു കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഒരു ഭിന്ന താല്പര്യങ്ങളിലേക്ക് കാര്യങ്ങൾ വരും എന്നുള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ അത് വേണ്ട, ഇന്ത്യ തന്നെ അല്ലെങ്കിൽ BCCI തന്നെ മുൻകൈ എടുത്തുകൊണ്ടാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു സ്ഥാനാരോഹണം വൈകിപ്പിച്ചത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ മാസം 31 മാത്രമായിരിക്കും ജയ്ഷാ വരുക. എന്തായാലും സമീപകാലത്ത് വലിയ ടൂർണമെൻറ്റുകളൊക്കെ നടത്തി വലിയ വിജയങ്ങൾ കൊണ്ടുവന്നുള്ള ജയ്ഷായ്ക്ക് ICC തലത്തിലും തിളങ്ങാൻ സാധിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. SK. താങ്ക് യു അനിൽ വാസുദേവ്.